പിന്നെ ഈ അച്ഛൻ ഈ ബിസിനസ് തിരക്കുകളിലൊക്കെ പോകുമ്പോൾ ഈ കൊച്ചുമോനൊക്കെ ഉള്ള സ്ഥിതിക്ക് അച്ഛനെ മിസ് ചെയ്യുന്നുണ്ട്. വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്, വളരെയധികം മിസ്. അവനിക്കുമുണ്ട് എനിക്കുമുണ്ട്. അത് ശരി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും അത് വരുമ്പോഴേക്കും നമ്മൾ ശരിക്കും ഒരു മനുഷ്യനായി പോകും. 100%. അപ്പോൾ ഈ ഭാവി തലമുറകൾക്ക് കൊടുക്കാൻ സാറിൻ്റെ കയ്യിൽ കരുതി വെച്ചിട്ടുള്ളൊരു ഉപദേശം എന്താണ്? അതായത് സ്വന്തമായി എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ. സംരംഭമല്ല, ഭാവി തലമുറയ്ക്ക് വേണ്ടി എനിക്ക് ഉപദേശിക്കാനുള്ളത്, എന്ത് കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്നേഹത്തോടു കൂടി ക്ഷമയോടു കൂടി ചെയ്യണം. അത് എപ്പോൾ അത് സക്സസ് ആവും. എന്ത് കാര്യം നമ്മൾ സ്നേഹത്തോടു കൂടി തന്നെ അതിനെ നേരിടണം, പീസ് മൈൻഡായിട്ട് നേരിടണം. എന്ത് പ്രശ്നം വന്നെങ്കിലും അതിനെ അത്രയേ ഉള്ളൂ. അങ്ങനെ ഒരു ഈ സ്നേഹം വന്നു കഴിഞ്ഞാൽ ഈ നാട്ടിലൊരു പ്രശ്നവും ഉണ്ടാവും. ഒരു പ്രശ്നവുമില്ല, ഒരു പ്രശ്നം. എൻ്റെ വിശ്വാസം അങ്ങനെ. സ്നേഹത്തിലൂടെ ഏത് സ്ഥാനത്ത് എത്തണമെങ്കിലും ഏത് പ്രതിസന്ധി തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്നേഹത്തിലൂടെ പറ്റും, സാധിക്കും. ശരി. ചൈനയിലാണെന്ന് പറഞ്ഞൊരു ബ്രദർ എന്ത് ബിസിനസ്സാണ്? അല്ല, അവിടുന്ന് ഒരുപാട് ഐറ്റംസ് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മൾ ഈ വാങ്ങുന്ന ചൈന കളിപ്പാട്ടങ്ങളും ചൈന പ്രോഡക്റ്റുകളും ഒക്കെ അങ്ങനെ എന്തൊക്കെയായിട്ട് ബാഗ് അത് എന്തൊക്കെയായിട്ട് അവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഈ ചൈന തിരഞ്ഞെടുത്തതിന്റെ അദ്ദേഹം ചൈന തിരഞ്ഞെടുത്ത കുട്ടികൾ അവൻ്റെ ഫ്രണ്ട്സൊക്കെ അവിടെയുണ്ട്. ചൈനയിലുണ്ട്. പൊതുവെ പലരും മിഡിൽ ഈസ്റ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത്. ഗൾഫ് രാജ്യം പോകുന്നത്, ഇവര് ചൈനക്ക് പോയി. സാറിന് പുറത്ത് വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള? ഞാൻ നേരത്തെ ഗൾഫിലുണ്ടായിരുന്നു, ദുബായിലുണ്ടായിരുന്നു. ഞങ്ങൾ ബിസിനസ്സൊക്കെ നോക്കിക്കൊണ്ടായിരുന്നു. 87 പിന്നെ അത് അവിടെ വിട്ടിട്ട് വന്നു. 80 മുതൽ 87 വരെ അവിടെ ഉണ്ടായിരുന്നു, ദുബായിലുണ്ടായിരുന്നു. പിന്നെ 87 ഇങ്ങോട്ട് വന്നു, പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അവിടെയും നമ്മുടെ നാടുമായിട്ട് സാറ് അവിടെ ജോലി ചെയ്തിട്ട് നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോൾ തോന്നിയൊരു വ്യത്യാസം എന്താണ്? വ്യത്യാസം ഇവിടെ നല്ലത് ആണോ? അവിടുത്തേക്കാൾ എത്രയോ ബെറ്ററാണ് നമ്മുടെ നാട്. സാർ ഈ PWD കോൺട്രാക്ടറൊക്കെ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച്, ആ ഒരു കാലഘട്ടത്തെ കുറിച്ചൊന്ന് പറയാമോ സാർ? PWD നല്ല വർക്കാണ്, നല്ല ബിസിനസ് തന്നെയാണ്. ബിസിനസ് മെന്റാലിറ്റി തന്നെ പോകുന്നെങ്കിൽ അത് ബിസിനസ് നല്ലൊരു ഫീൽഡ് തന്നെയാണ്. പിന്നെ അവിടെ എന്ന് വെച്ചാൽ കറപ്ഷൻ കൂടുതൽ. എങ്ങനെയാണ് തൊട്ടൊരു എടുത്തിട്ട് എല്ലാ കറപ്ഷൻ, അഴിമതി തന്നെ, അഴിമതിയുടെ അഴിഞ്ഞാട്ടം. അത് പക്ഷേ ഇപ്പോഴും ഉണ്ടോ അഴിമതി? ഇഷ്ടം പോലെ ഉണ്ട്. ആരുമൊന്നും പറയുന്നില്ലെന്നല്ല, എല്ലാവരും അതുമായിട്ട് ട്യൂൺഡായി പോയി. എൻ്റെ ക്ലർക്ക് മുതൽ പിയൂണ് മുതൽ സി വരെയുടെ പറയാൻ എൻ്റെ ടോട്ടൽ ഒരു കറപ്ഷൻ ഫീൽഡാണ്. ഇതൊക്കെ കേരളത്തിൻ്റെ എന്നും കൂടെ കാണും എന്നായിരിക്കും അല്ലേ തോന്നുന്നത്? അത് മാറുമോ? ഇതിനൊക്കെ ഒരു മാറ്റം വരുമോ? മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കാം. മാറ്റം വരുമെന്ന് നമ്മൾ വിശ്വസിക്കണമല്ലോ. പടച്ചോനെ നന്നാക്കൂ. സാർ, നമ്മുടെ യുവതലമുറ നാളെ കേരളത്തെയും ലോകത്തെയൊക്കെ നയിക്കേണ്ടത് വളർന്നു വരുന്ന നമ്മുടെ സാറിന്റെ കൊച്ചുകുട്ടി ഉൾപ്പെടെയുള്ള തലമുറയാണ്. നമ്മുടെ യുവതലമുറയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഉപദേശം എന്താണ്? വെച്ചാൽ എല്ലാത്തിനും കൃത്യനിഷ്ഠത വേണം. പിന്നെ ഒരു പ്രിൻസിപ്പിൾ വേണം. ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് മുന്നോട്ട് പോകണം. അതല്ലാതെ ഇങ്ങനെ തോന്നിയ സമയത്ത് 10 മണി വരെ 12 മണിക്ക് വരിക, 12 മണി വെച്ചാൽ 1 മണിക്ക് വരിക, ഇതൊന്നും നമ്മളെ ലൈഫിൽ സക്സസ് ആവില്ല. സക്സസ് ആവും ചുരുങ്ങിയ സമയം കൊണ്ട്, അല്ലാതൊക്കെ ഇല്ലാതാവും. എന്ന് വെച്ചാൽ എനിക്കുള്ള ഉപദേശം എന്ന് വെച്ചാൽ ടൈം കീപ്പ് ചെയ്യുക, പങ്ക്ച്വാലിറ്റി കീപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ. എൻ്റെ ഫാദർ പഠിപ്പിച്ചത് അങ്ങനെ, ഞങ്ങളും അങ്ങനെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇനി ബാക്കി നമ്മളെ സമുദായവും നമ്മളെ നാട്ടുകാരും എല്ലാവരും ഇതിനെ തുടരണമെന്ന്. സമുദായത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ സാർ? പൊതുവെ ഉണ്ടാവും. പിരിവിന് വരാറുണ്ട്. അപ്പോൾ എന്തെങ്കിലും കയ്യിൽ നിന്ന് സഹായിക്കും, പള്ളി കെട്ടാനും. പിന്നെ ബാക്കിയുള്ള മതക്കാരും എല്ലാവരും വരും, എല്ലാ മതക്കാരും വരും. എല്ലാവരും ഞങ്ങൾ കൈ കഴിഞ്ഞ് സഹായിക്കും, കയ്യിൽ നിന്ന് കൊടുക്കും. കയ്യാതെ
എന്തായിരുന്നാലും സാറിൻ്റെ ഈ വളരെ വലിയ തിരക്ക് പിടിച്ച ഒരു മനുഷ്യനാണ് എനിക്കറിയാതെ, എന്നിട്ടും ഒരു അരമണിക്കൂർ നമുക്ക് വേണ്ടി നീക്കി വെച്ചത് വലിയൊരു കാര്യം തന്നെയാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, KS ഹബീബ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ പിതാവ് തുടങ്ങി വെച്ച വഴിയിലൂടെ അദ്ദേഹത്തിൻ്റെ സാമൂഹിക പ്രവർത്തനം, സാധാരണഗതിയിൽ ഇന്നത്തെ കാലത്ത് ഈ പിതാവിൻ്റെ സാമൂഹിക പ്രവർത്തന മേഖലയിൽ തന്നെ മക്കൾ സഞ്ചരിക്കണമെന്നില്ല. പക്ഷേ അതിലൊരു മാറ്റമില്ലാതെ ഇന്നും ഓരോ വാക്കുകളിലും പിതാവിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. പിതാവ് തുടങ്ങി വെച്ച സാമൂഹിക പ്രവർത്തനത്തിൻ്റെ വഴികളിലൂടെയും വൈദ്യശാസ്ത്ര മേഖലകളിലൂടെയും ഇന്നും ജനങ്ങളോടൊപ്പം, അതുപോലെ തന്നെ സമുദായത്തിന് വേണ്ടി എല്ലാം ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നമ്മുടെ KS ഹബീബ് സാർ, അദ്ദേഹത്തിൻ്റെ തിരക്കേറിയ ഈ അരമണിക്കൂർ നമുക്ക് തന്നതിന് കേരള വിഷൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ 1000 നന്ദി. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ ഞാൻ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാ കേരള വിഷൻ പ്രേക്ഷകർക്ക് എൻ്റെ ആശംസകൾ.